നമ്മളുടെ ലൈഫിലേക്ക് പോകുന്നത് ചിന്തിച്ച് പോയാൽ നമ്മൾ പലരുടെയും റോങ് അഡ്വൈസിൽ പെട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ലൈഫിൽ ഉണ്ടായതായിട്ട് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ മൈൻഡ് ഒരു സെക്കൻഡ് ഹൗസിൽ ആണെങ്കിൽ തന്നെ ഫിനാൻഷ്യലി റോങ് ആയിട്ടുള്ള ഒരു കാരണം മൈൻഡിൽ ഒരു സെക്കൻഡ് ഹൗസ് നമ്മുടെ കണക്ഷൻ വന്നാൽ സിഗ്നേച്ചർ എക്സ്പെൻസാണ്. അതൊരു തരത്തിലുള്ള യോഗമാണ്. പക്ഷേ അത് സിഗ്നേച്ചർ എക്സ്പെൻസാണ് നൽകുന്നത്. മൈൻഡിലൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുക്കന്മാരുമായിട്ട് യോജിച്ച് പോകുന്നത് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൊച്ചിനെ ഹോസ്പിറ്റലിൽ മലയാളിയല്ല, അതായത് ഈ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ ആണ് ഉള്ളത്. അബ്രോഡാണ് പഠിക്കുന്നത്. ഇപ്പോഴത്തെ സൈബർ സെക്യൂരിറ്റിയിൽ പല ഡിഗ്രികളാണ്. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് പല അന്നത്തേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനത് ആക്ട് ചെയ്യാനും ഡാൻസ് അനുഭവം ചെയ്യാനും ഈ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ കണ്ടീഷനുകൾ ഒരു പേഷ്യന്റ് വെച്ചാൽ 9th ഫ്ലോറും 6th ഫ്ലോറും നമ്മുടെ പരിവർത്തനയാവുകയാണ്. 9th ഹൗസിൽ ഒരു പ്രത്യേകിച്ച് ഒരു വലിയ പ്ലാനറ്റ് ഡെവലപ്പേറ്ററാണ് നിൽക്കുകയാണ്. 10th ഫ്ലോറും 9th ഹൗസിൽ ഡെവലപ്പേറ്ററാണ്. ഇതൊന്നും ആൾക്കാരുടെ പറയുന്നത് ചെയ്തില്ലെങ്കിൽ ഒപ്പം ജീവിതം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർ നാച്ചുറലി അവർ ചെറിയ ആളുമായി ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള മെസ്സേജാണ് മൈൻഡിലൂടെ എക്സ്പെക്ട് റോങ് ആയിട്ടുള്ള തിയോളജി, ഡാർക്ക് സൊസൈറ്റി അങ്ങനെയുള്ള ഒരു ഒരു നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ സാത്താൻ ദൈവം തന്നെ സാത്താൻ നല്ല ദൈവം. പക്ഷേ ദൈവം തന്നെ നന്മ ദൈവം തന്നെ തരുന്നു. ദൈവത്തിന് നല്ല വശങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ദൈവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ലൊരു കാര്യം ചെയ്യുന്ന മാത്രം വ്യക്തി സാത്താൻ ദൈവത്തിന് വശക്കുന്ന വ്യക്തി. ഒരു സാത്താനെ കണ്ടു ചെയ്യാൻ പറ്റാത്ത ദൈവമല്ല. എത്രയോ ലോജിക്കാണ്. ഈസ്റ്റോടും നൈറ്റോടും നമ്മളൊരു കണ്ടീഷനാണ് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള വർഷത്തിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള മലയാളിക്ക് മലയാളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പഠനം ബ്രേക്കാവുന്ന അവസരങ്ങൾ ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഈ ഒരു കൂടുതൽ പറയുന്നത്. കൂടുതൽ വന്നാൽ നമുക്കൊരു കൺസേൺ ഉണ്ടാകുന്നതാണ്. ലൈഫിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത് ഒരു ജോലി. ഇത് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഇന്നർ ഗോൾ. അതായത് നമ്മൾ വീട്ടിനെ ഇരുന്നിട്ട് നമ്മുടെ ഇന്നർ ഗോൾ നമ്മുടെ അന്തരാളം അന്തരീക്ഷം ഇന്നത്തെ അന്തരാളം അല്ലേ നമ്മളെ ഒരു നമ്മുടെ ഇന്നർ ഗോൾ അതായത് അതായത് നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഇന്നർ ഗോളിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. അതായത് രാവിലെ എഴുന്നേക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമം ഗ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് എന്നും വേണമെന്നുള്ളതാണ്. ഏതും ഗ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേക്കാനായിട്ട് അധികം തോന്നില്ല. നമ്മൾ നൈറ്റ് ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് പല ബ്യൂട്ടി സെഷൻസ് ഉള്ളവരുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് എത്രമാത്രം പറ്റുമോ അത്രമാത്രം ചെയ്യുന്നത് 3:30 to 5:30 എന്നുള്ള സമയത്ത് കഴിഞ്ഞിട്ട് പ്രയർ ചെയ്താൽ ഒഫ്കോഴ്സ് അത് നമ്മുടെ ലൈഫിനെ എൻഗേജ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പല വീട്ടിലെ പ്രയർ ചലഞ്ചസൊക്കെ ഉണ്ട്. ഈ സമയത്ത് രാവിലെ എഴുന്നേറ്റ് പ്രവർത്തിക്കുക, ഈ സമയത്ത് എഴുന്നേറ്റ് അങ്ങനെ പല തരത്തിലുള്ള എക്സസൈസ് ഉണ്ട് നമ്മുടെ മൈൻഡിനെ എൻഗേജ് ചെയ്യാൻ. എനിക്ക് അതിനെ പറ്റി ഒരു എനിക്ക് ഗ്രാമമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല എൻ്റെ പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ നമ്മൾ കുട്ടികൾ താമസം എഴുന്നേറ്റാൽ അമ്മയ്ക്ക് ജോലി ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്യണം. അപ്പം നമ്മുടെ വീട്ടിലൊരു 4:30 എഴുന്നേൽക്കണം പറഞ്ഞാൽ പണ്ട് ഇൻസ്റ്റലില്ല നമ്മളിൽ ഇൻഡക്ട് ചെയ്തൊരു ബിഹേവിയർ ആണ് 4 മണിക്ക് എഴുന്നേൽക്കാന്നുള്ളത്. അതെന്നും എനിക്കത് ഒരു റുട്ടീൻ പോലെ കൊണ്ടുവരാൻ പറ്റുന്നത്. എല്ലാ ദിവസവും സമയത്ത് ഓർഗനൈസ് വർക്ക് ഞാൻ 7:30 നടക്കുന്നുണ്ടെങ്കിൽ ഈ രാവിലെ ഒരു 4:30 എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്കത് ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് തോന്നുന്നതാണ്. ഈവൻ 8 മണിയുടെ കടന്നുറങ്ങിയാലും 4:30 ആ സമയം ഒരു 4 മണി 4:30 സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഓർമ്മയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് എനിക്ക് ദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. നിങ്ങൾ ഏത് എഴുതിക്കാണ് ദൈവം വരുന്നത് ആ എഴുതിക്കോളൂ. അത് മുഖ്യമായിക്കോട്ടെ മുഖ്യമായിക്കോട്ടെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പറയുകയും ദൈവത്തോട് കരയുകയും ദൈവത്തോട് ദൈവത്തിൽ മാത്രം സംസാരിക്കുകയും
കാര്യങ്ങൾ ചെയ്താണ്. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിയതായിരുന്നു എല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒരു ബിസിനസ് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ ആലോചിക്കുന്നതിലേക്ക് വേണം നമ്മളെ കാഴ്ചവെക്കാനും അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിക്കാനും ഒക്കെ ഒത്തിരി മാത്രം സാധിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും പഠിക്കുന്നതാണ്. നമുക്കത് എത്രയോ വലിയ എനർജിയോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ എനർജി 100% നമുക്ക് അനുഭവമാണ്. ഈ ചുറ്റുപാടിലാണെങ്കിൽ പോലും അവർക്ക് രാവിലെ ഇരുന്ന് സ്വയമായിട്ട് ഒരു ഇന്നർ വേൾഡിലേക്ക് എക്സ്പ്ലോർ ചെയ്താൽ അത് നമ്മുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബുദ്ധി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നമ്മൾ ആരും ആയിക്കോട്ടെ വലിയ വലിയ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ വായിക്കാൻ ചെയ്തവരാണെങ്കിലും നമ്മൾ ഒരു താഴേക്കിടയിൽ വ്യക്തിയാണെങ്കിലും ഈ എനർജി നാം കേൾക്കാൻ വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായും പോലും ചിലപ്പോൾ പല ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ ചെയ്യുന്ന അറിയാതെ നമ്മളെ ജീവിതത്തിലാണ് എന്നിരുന്നാലും നമുക്ക് ഹ്യൂമൻ മൈൻഡിന് കോൺഫിഡൻസ് ഇന്നുണ്ടെങ്കിൽ അപ്പുറമായിട്ട് എനർജിയാണ്. അപ്പോൾ എനർജി ഓഫ് കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ അത് ഒരു ഡേ തന്നെ അതിനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യാം. ചിലപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ കുറേ നാൾ നമ്മൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സ്പോസ് നമ്മൾ ലൈഫിൽ അനുഭവമായിട്ട് നമ്മൾ ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള ദൈവത്തിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കിട്ടണം. അതാണ് അടുത്തൊരു കാര്യം. ഈ എൻസൈറ്റിൽമെന്റ് അങ്ങനെ ഒരു ഫീലിംഗ് എൻസൈറ്റിൽമെന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ